ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ കോഴിയും കുരുമുളകും, നമ്മളെ പെപ്പർ ചിക്കൻ. അത് തന്നെയാണ്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, എണ്ണ ഒന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പട്ട, പൂ, ഏലം, ഗരം മസാല അത് ഇതിൽ ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിനൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിൽ ആഡ് ചെയ്യാം. സവാളൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സവാള, ഈ ഇഞ്ചി വെളുത്തുള്ളി സവാളൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോഴാണ് നമ്മൾ പിന്നെ ചിക്കൻ ഇടുമ്പോൾ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് വരും. അപ്പോൾ നമ്മളെ സവാള, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലൊന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു 2-3 വറ്റൽ മുളക് ഇട്ട്, അപ്പോൾ ഇതൊന്നുകൊണ്ട് നടു പൊട്ടിച്ചിട്ട് അത് ഒരല്പം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചിക്കൻ ഇട്ട ശേഷം ഇതിന് പാകത്തിനുള്ള ചിക്കൻ ഒന്നങ്ങോട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒന്നങ്ങോട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം നമ്മളിവിടെ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ നല്ല വേവിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഏകദേശം ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വറ്റി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി അത് ഇതിൽ ആഡ് ചെയ്യാം. നമ്മളെ ഈ പെപ്പർ ചിക്കനിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് പെപ്പർ ചിക്കൻ. അപ്പോൾ നമ്മളിതാ ഏകദേശം നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ചേഞ്ച് ചെയ്യുമെന്ന് കണ്ടില്ലേ? അതാ ചുരുങ്ങിയ സമയം കൊണ്ട് അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. ഇപ്പോൾ ബീഫ് ഫ്രൈൻ്റെ ഒക്കെ മോഡലാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ ഗ്രേവിയൊക്കെ അത് വറ്റി വരുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെപ്പർ ചിക്കൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ കളറൊക്കെ കണ്ടില്ലേ? നല്ല ബീഫ് ഫ്രൈൻ്റെ ഒക്കെ ആ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അത് കഴിച്ചോ ചിക്കൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതെന്താ സാധനം? ലൈക്ക് ചെയ്യണം. അല്ല, ഇതെന്താ സാധനം? പെപ്പർ ചിക്കനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളെ കപ്പയും ചിക്കനാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചിക്കൻ പീസ് എടുത്തോളും. അടിപൊളിയാണ്. ഉപ്പും മുളകൊക്കെ റെഡിയാണ്. അടിപൊളി. വേവൊക്കെ കറക്റ്റാണ്. വേവ് കറക്റ്റാണെന്ന് നമ്മൾ ആസിഫ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം ഞാൻ തിന്നും തോന്നണേ. അപ്പോൾ ഗൈസ്, നമ്മളത് കപ്പയാണെന്ന് നമ്മൾ പെപ്പർ ചിക്കൻ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കപ്പയും പെപ്പർ ചിക്കനും കൂടി എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചിട്ട് നോക്കാം. അടിപൊളി. നമ്മളെ ആ കുരുമുളകിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും ഈ കപ്പയൊക്കെ പാടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. കപ്പയും പെപ്പർ ചിക്കനും അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.